നാം എത്തിയിരിക്കുന്നത് അന്ത്യകാലഘട്ടത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലാണല്ലോ. ഈ തലമുറയിൽ ഒരു വലിയ ആത്മീയ ഉണർവിൻ്റെ അനുഭവം പൊട്ടിപ്പുറപ്പെടുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. 2002 ആ സ്വപ്നത്തെ ഉറപ്പിക്കുവാൻ ദൈവം തന്ന ചില പ്രത്യേക വചന വെളിപ്പാടുകളുണ്ട്. ഒരു സ്വപ്നം കണ്ടു എന്നുള്ള അതിൽ മാത്രമല്ല, ദൈവം തന്ന വചനത്തിൽ കൂടെയാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ കൂടെയാണ് കർത്താവിൻ്റെ ആത്മാവ് ഒരു വലിയ ആത്മീയ ഉണർവിൻ്റെ അനുഭവം ഈ തലമുറയിൽ ഉണ്ടാവുമെന്ന് ഒരു വെളിപ്പാട് തന്നത്. 3-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറഞ്ഞത്: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്ക് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ലവോദിക്കീയ സഭയിലെ ഭൂരിപക്ഷം ആളുകളും യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞു. കർത്താവിൻ്റെ വചനത്തിൽ നിന്നും അകന്നവർ ജീവിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെയുള്ള ഈ ദൈവസഭയുടെ പടിവാതിക്കൽ കർത്താവ് എന്തിനാണ് അത്താഴം ഒരുക്കി കാത്തിരിക്കുന്നത്? ഈ അത്താഴം എന്തിനെ കാണിക്കുന്നു? അങ്ങനെ ഏറെ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായി. ഞാനതേക്കുറിച്ച് പഠിക്കുവാൻ തീരുമാനിച്ചു. പല പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പല വ്യക്തികളെ കണ്ടതേക്കുറിച്ച് അന്വേഷിച്ചു. തൃപ്തികരമായൊരു മറുപടി എനിക്ക് ലഭിക്കാഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം വചനത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണല്ലോ. ദൈവം ഒരു വെളിപ്പാട് നൽകാൻ വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം സന്ധ്യയ്ക്ക് തിരുവെടുത്ത് ധ്യാനിക്കുമ്പോൾ വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 17-ാം വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ലവോദിക്യ സഭയുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. നിർഭാഗ്യതയെക്കുറിച്ചും അരിക്ഷതയെക്കുറിച്ചും കുരുടികണ്ണിനെക്കുറിച്ചും നഗ്നതയെക്കുറിച്ചുമൊക്കെ പറയുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ ലവോദിക്യ സഭയിൽ എല്ലാവരും വസ്ത്രമില്ലാത്ത അവസ്ഥയായിരുന്നു? അല്ല. പിന്നെന്താണ് ഇവിടെ പറയുന്ന നഗ്നതയെന്ന് പറയുന്നത്? അവരെല്ലാം ലവോദിക്യ സഭയിൽ എല്ലാവരും അന്ധന്മാരായിരുന്നോ? കാഴ്ചയില്ലാത്തവരായിരുന്നോ? അല്ല, എല്ലാവർക്കും കാഴ്ചയുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ അക്ഷരികമായിട്ടല്ല വ്യാഖ്യാനിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ആത്മീകമായി തന്നെ വ്യാഖ്യാനിക്കുക. വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ പറയുന്ന നഗ്നത എന്ന് പറയുന്നത് യേശുക്രിസ്തുവുള്ള നീതിപ്രവൃത്തികൾ ദൈവജനത്തിൽ ഇല്ലാതെ വരിക. അന്ധത എന്ന് പറയുന്നത് യേശുക്രിസ്തുവുള്ള ദൈവിക വെളിപ്പാടുകൾ ദൈവജനത്തിൽ ഇല്ലാതെ വരിക. അങ്ങനെ ഇതെല്ലാം നമ്മൾ ആത്മീയമായി വ്യാഖ്യാനിക്കുന്ന പോലെ ഈ അത്താഴത്തിൻ്റെ കാര്യവും ആത്മീയമായി തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പുതിയ വെളിപ്പാടിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കുക. ആ വെളിപ്പാട് എന്താണ്? ഒരാത്മിക സമൃദ്ധിയെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാട് തന്നെ. യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ച, യഹൂദന്മാരുടെ ഇടയിൽ ജീവിച്ച നമ്മുടെ കർത്താവ് യഹൂദന്മാരുടെ ആഹാരക്രമത്തിൽ കൂടെയും ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ്. ഒരു ദിവസത്തെ ആഹാരക്രമത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്നാണ് അവരുടെ അത്താഴമെന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഏറ്റവും ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങൾ ഈ അന്ത്യകാലത്ത് കർത്താവ് ഒരുക്കുകയാണ്. തന്നെ അപ്പോസ്തലനായ പൗലോസ് ആത്മീക വളർച്ചയെക്കുറിച്ച് പറയുന്ന അനേക വചനങ്ങളുണ്ട്. ക്രിസ്തുയേശുവിൽ തികഞ്ഞവരെ തീരുക, യേശു ക്രിസ്തുവിന് തലയോളം വളരുക, ക്രിസ്തുയേശുള്ള ദൈവിക നിറവിലേക്ക് നയിക്കപ്പെടുക. ഈ വളർച്ചയെല്ലാം നടക്കേണ്ടത് നാം സ്വർഗത്തിലെത്തിയതിന് ശേഷമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെയാണ്, ജഡത്തിൽ വസിക്കുമ്പോൾ തന്നെയാണ് നാം ആത്മീയമായി വളരേണ്ടത്. ജഡവും ലോകവും പിശാചുമുള്ള ഈ ലോകത്തിൽ വെച്ച് തന്നെയാണ് ദൈവം നമ്മളെ യേശു ക്രിസ്തു എന്ന തലയോളം വളർത്തുവാൻ ആഗ്രഹിക്കുന്നത്. രക്ഷ വ്യക്തിപരമായിരുന്നു എന്നതുപോലെ തന്നെയാണ് ആത്മീകമായ വളർച്ചയും വ്യക്തിപരമായി തന്നെ നടക്കേണ്ടതാണ്. ഇത് ലവോദിക്യ സഭയുള്ള ദൂത് മാത്രമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ 7 സഭകൾ സഭായുഗത്തിലെ 7 കാലഘട്ടങ്ങളെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് അന്ത്യകാലഘട്ടത്തിലെ ദൈവസഭയുള്ള ദൈവിക ദൂതായിട്ട് ഞാൻ വിശ്വാസാൽ ഏറ്റെടുക്കുകയാണ്. ഈ തലമുറയിൽ ഒരാത്മീയ മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നിത്യജീവനെ നിയമിക്കപ്പെട്ട സകല വ്യക്തികളെയും യേശു കർത്താവ് തൻ്റെ സഭയിലേക്ക് ആകർഷിക്കുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. ഒരു വലിയ ആത്മീയ ഉണർവ് നമ്മുടെ ഈ തലമുറയിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. തിരുവെഴുത്ത് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്ക് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. രക്ഷ വ്യക്തിപരമായിരുന്നു എന്നതുപോലെ തന്നെ ആത്മീയമായി വളർച്ചയിൽ നടക്കേണ്ടത് വ്യക്തിപരമായി തന്നെയാണ്. അതിനായി നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ.